അല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാത്തവരാണ്. ബഹുമാനപ്പെട്ട EMS ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയതിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഷബാനി ബീഗം കേസിൻ്റെ വിധി വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തതിൽ 35 വയസ്സുള്ള ഒരു മന്ത്രി, അന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷം പാർലമെൻറ്റ് ചരിത്രത്തിലുള്ള ഒരു കാലഘട്ടത്തിലെ മന്ത്രിയായിരുന്നു. ഷബാനി ബീഗം കേസിൽ ബില്ല് കൊണ്ടുവന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മുസ്ലിം പ്രൊട്ടക്ഷൻ ആക്ട് അവതരിപ്പിച്ചപ്പോൾ ട്രഷറി ബെഞ്ചിൽ നിന്ന് ചാടിയടിയിട്ട് എൻ്റെ രാജിക്കത്ത് ഇത് അനീതിയാണെന്ന് പറഞ്ഞ ഒരാൾ, അതിൻ്റെ പേരിൽ EMS ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ സ്വീകരണം നൽകിയ ആളാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഈ വിവാദങ്ങളും അപവാദങ്ങളും ഒഴിവാക്കുക. അത് ഗവർണർക്കെതിരായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള മാർഗങ്ങളുണ്ടല്ലോ, അതുകൊണ്ടല്ലേ സുപ്രീം കോടതിയിലൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ അതിന് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പറയുക. മറിച്ച് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്, കേരളത്തിൻ്റെ സൽപ്പേരിന് അപകടമാണ്, നമ്മുടെ സംസ്കാര ശൂന്യതയിലേക്ക് നമ്മൾ പോകുന്നുവെന്ന് മറ്റ് ലോകം മുഴുവൻ വീക്ഷിക്കുന്ന സമയത്ത് ഭരണഘടനയിൽ ഒരിക്കലും ഓരോ 3 സംവിധാനങ്ങളും അതിൻ്റെ പന്താവിലൂടെ മുന്നോട്ട് പോകും. അത് ലംഘിക്കില്ലെന്നാണ്. അങ്ങനെ ലംഘിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതിനെപ്പറ്റി ഒരു രാഷ്ട്രീയമായ വശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഗവർണർ അതിലേക്ക് പോകുന്നത് ശരിയല്ലെന്ന് പറയുന്നത്. അല്ല, അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ റൂളിംഗ് ഉള്ളതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ സ്വതന്ത്രമായിരിക്കണം. ഈ സ്വതന്ത്രമായ യൂണിവേഴ്സിറ്റി എലക്ട് ചെയ്യപ്പെട്ട് രജിസ്റ്റേർഡ് ഗ്രാജുവേറ്റ്സിനെ ഞാൻ 3 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 84 മുതൽ തുടർച്ചയായി 3 തവണ രജിസ്റ്റേർഡ് ഗ്രാജുവേറ്റ്സ് കോൺസെൻസിൽ നിന്ന് ജയിച്ചു വന്ന സെനറ്റ് മെമ്പറായിരുന്നു. ആ സെനറ്റ് മെമ്പറായിരുന്ന ഞാൻ പിന്നീട് അത് എലക്ഷൻ വേണ്ട 20 സീറ്റ് സെനറ്റിൽ രജിസ്റ്റേർഡ് ഗ്രാജുവേറ്റ്സിൻ്റെ ആയിരുന്നു. അത് വേണ്ടാൻ തീരുമാനിച്ച 97 മന്ത്രിസഭ ആരെന്ന് ബന്ധപ്പെട്ടവർ തീരുമാനിക്കട്ടെ. അത് കഴിഞ്ഞ് എന്നെ നോമിനേറ്റ് ചെയ്തു. RSSകാരെ നോമിനേറ്റ് ചെയ്ത് കൂടുന്നുണ്ട്. എന്നെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നോമിനേറ്റ് ചെയ്ത് സെനറ്റിലേക്ക് ഞാൻ പറഞ്ഞു ഇത് ജനാധിപത്യ കശാപ്പിയാണ്, അതുകൊണ്ട് ഇത് വേണ്ട, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചയാളാണ്. ഇടതുപക്ഷ സർക്കാർ എന്നെ 97 കാലഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നോമിനേറ്റ് ചെയ്തത് അന്നത്തെ എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിഷേധിച്ച് പത്രസമ്മേളനം നടത്തി അത് ഉപേക്ഷിച്ച ആളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കുറേ കൂടെ വിശാലമായി ചിന്തിക്കട്ട് ഗവർണറെ നോമിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാ വോട്ടിലും ഗവർണർ നോമിനേറ്റ് ചെയ്താൽ മതി എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നതാരെന്ന് ആത്മപരിശോധന നടത്തും.